എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. For this reference shall we all look into Luke chapter 19 verse 10. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. Luke chapter 19 verse 10. For the Son of Man has come to seek and to save that which was lost. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. For the Son of Man has come to seek and to save that which was lost. ഓർക്കണം, കാണാതെ പോയതിനെ, ലോസ്റ്റ് ആയതിനെ തിരഞ്ഞു കണ്ടെത്തി രക്ഷിക്കുവാനായിട്ടാണ് കർത്താവ് വന്നത്. Let us remember that it is for those who are lost that the Lord has come to seek and rescue. God comes for the rejected. God comes for the rejected. God sees the unseen. God sees the unseen. ആരുടെയും ദൃഷ്ടിയിൽ പെടാത്തതിനെ ദൈവം കാണുന്നു. That which has caught no eyes, no man's eyes, God sees. നാം വായിച്ച ദൈവവചന ഭാഗത്തിലെ കോണ്ടക്സ്റ്റ് ഇങ്ങനെയാണ്. The context to which the verse to which we read is this. സക്കായി എന്ന ചുങ്കക്കാരനായ മനുഷ്യൻ, Zacchaeus the tax collector, അവൻ പ്രൊഫഷണലായിട്ട് ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. by profession he is a tax collector. എന്നാൽ താൻ ആ പ്രൊഫഷനിലായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ് വയലറ്റ് ചെയ്ത് തൻ്റെ ഇഷ്ടത്തിനായി പ്രവർത്തിച്ച ഒരാളാണ്. While he was in his profession, he misconducted from his code of conduct. ഈ ലോകത്തിൽ നമ്മൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം ഇന്ന് വരെയുള്ളതായ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ, If we look into the history from the beginning of creation till today, കോഡ് ഓഫ് കണ്ടക്റ്റ് മറന്നുപോയ മനുഷ്യരെ നമുക്ക് അനവധിയായി കാണുവാൻ കഴിയുന്നു. we see several humans, several people who has forgotten the code of conduct. ഏത് പ്രൊഡക്റ്റും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിനെ ഉപയോഗിക്കുന്ന വിധങ്ങളും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മുഴുവനായി അതിൻ്റെ മാനുഫാക്ചറേഴ്സ് മുന്നറിയിപ്പായിട്ട് നൽകാറുണ്ട്. If we have a look at any product that we buy, the manufacturers give us a warning of its pros and cons. എന്നാൽ അത് അതേപടി ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കൃത്യമായ വാണിംഗും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. It also provides the warning to what happens if we do not act according to what they have guided. എന്നതുപോലെ ദൈവത്തിൻ്റെ ജനമായ തൻ്റെ മക്കള് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, എപ്രകാരം പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഗൈഡൻസ് ഒരു മാനുഫാക്ചറർ അഡ്വൈസ് പോലെ ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്നു. Just like this, similarly God gives his people on how to conduct in this world while we live in this world. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും അവയിൽ നിന്ന് അകന്നു മാറുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. But if we look at the history, what we see is a society that violates. എന്നാൽ സൂക്ഷ്മതയോടുകൂടി നോക്കുമ്പോൾ പെയിൻ എടുത്ത് പ്രയാസപ്പെട്ട് ആ അഡ്വൈസിൽ തന്നെ നീങ്ങുന്ന ഒരു കൂട്ടം സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. But if we look closely, we will also see a society that takes the pain, takes the toll to follow according to the conduct. അങ്ങനെയുള്ളവരെ ദൈവം വിശേഷമായി കരങ്ങളിൽ എടുക്കുന്നതും തൻ്റെ പ്രോമിസ് അവരിൽ പൂർത്തീകരിക്കുന്നതും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. We also see that God uses these people in his hands to fulfill the promises. അപ്പോൾ ഓർക്കണം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രോമിസ് പൂർത്തീകരിപ്പാൻ അവൻ മതിയായവനാണ്. Therefore remember that God is able to fulfill the promises that he has made. തൻ്റെ മക്കളിൽ അവൻ തൻ്റെ ഹിതം പൂർണ്ണതയോടെ ഒന്നുപോലും ഒഴിവാക്കാതെ നിവർത്തിക്കുവാൻ ബന്ധപ്പെടുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. He ensures that he fulfills every single promise. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, ദർശനം അത് തെളിവായി വായിപ്പാൻ തക്കവണ്ണം, ഓടിച്ച് വായിക്കുവാൻ തക്കവണ്ണം അതിനെ കൃത്യമായി എഴുതുക. In the book of Habakkuk we read that it needs to be, the vision needs to be written really clearly. ആ ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. The vision is going
closer to its completion. അപ്പോൾ ദൈവം തന്റെ ജനത്തെക്കുറിച്ച് കണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി, Therefore, the plans that God has envisioned for his children അതതിന്റെ നിവൃത്തിയിലേക്ക് ബന്ധപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. is proceeding to its completion. അത് വളരെ തികവോടുകൂടെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിക്കായിട്ട് ബന്ധപ്പെടുകയാണ്. It is certainly a perfect act. അത് രണ്ട് ഡയമെൻഷനിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. We can think about it in two dimensions. ഒന്ന് നമ്മുടെ ഭാവിയോടുള്ളതായ വ്യക്തിപരമായ ഭാവിയോടുള്ള ബന്ധത്തിലും, One is related to our personal and future, രണ്ട് നമ്മുടെ ഭാവി പ്രത്യാശയോടുള്ള ബന്ധത്തിൽ. and the other related to our hope in future. ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് ചരിത്രം പരിശോധിച്ചാൽ If you look in the history, ധാരാളം ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. ദൈവം തന്റെ പ്രവൃത്തി തന്റെ ജനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. there are multiple examples to prove that God does his act in his people. ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നന്നായി റീഡ് ചെയ്ത് ഹല്ലേലൂയ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. I understand that even today morning the Spirit of the Lord is understanding us and reading us quite well. നമ്മുടെ ഹൃദയത്തിലെ നിലവുകളെയും നമ്മുടെ ആകുലതകളെയും നമ്മളെക്കാൾ നന്നായി ദൈവം അറിയുന്നു. The thoughts and burdens in our hearts is well known more than us by our God. ദൈവപൈതൽ ഇന്ന് ഓർക്കണം, നിന്റെ ഹൃദയത്തിലെ വ്യാകുലതയും ആകുല ചിന്തയും നിന്നേക്കാൾ നന്നായി ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. Dear child of God, let us remember our God is a God who carries more than us our burdens and our thoughts. ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ മുഖം അന്വേഷിക്കുന്ന തന്റെ ജനത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. The word of the God says that he fulfills the desires of the hearts of his children. ഇവിടെ സഖായിയുടെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ അങ്ങനെ ഒരു വലിയ ഗുണപാഠമുണ്ട്. Here in the book of Zacchaeus, in the chapter that we read, we do see a lesson to be learned. ഒരു ടാക്സ് കളക്ടർക്ക് വേണ്ടതായ എത്തിക്സ് എല്ലാം മറന്നുപോയ ഒരാളായിരുന്നു സഖായി. Zacchaeus was a tax collector who forgot the ethics to be followed in his profession. അങ്ങനെയുള്ള എത്തിക്കൽ വാല്യൂസ് ജീവിതത്തിൽ പ്രാവർത്തികമാകാതെ പോകുമ്പോൾ അതിന്റെ അർത്ഥം ദൈവം നൽകിയിരിക്കുന്ന മൂല്യങ്ങളിൽ നിന്നും ഒരു മനുഷ്യൻ അകന്നു മാറുന്നു എന്നുള്ളതാണ്. When such ethical values are not followed, what it means is that the values that God has given to people is not being followed. അവൻ ദൈവത്തിൽ നിന്നുള്ളതായ ദൈവം നൽകിയിരിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് മാറിയവനായിരുന്നു സഖായി. Zacchaeus was a person who went away from the values that God gave. എന്നാൽ അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം തോന്നി യേശുവിനെ കാണണമെന്ന്. But he had a desire to see God. അതൊരു ചെറിയ സാധാരണ ഒരു ഓർഡിനറി ചിന്തയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല. We cannot view it as an ordinary, a very simple desire. നമുക്കൊക്കെ ധാരാളം തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. All of us have various thoughts in our minds. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ എരിയുന്നതായ തീഷ്ണതയും ആഗ്രഹത്തോടും കൂടിയുള്ളതായ ചില ചിന്തകൾ ഡെവലപ്പ് ചെയ്തു വരും. But we also have thoughts that are burning in our hearts. അത് തന്റെ ജീവിതത്തിൽ ഉണ്ടായ സെറ്റ്ബാക്കുകളിലൂടെയാണ് മനസ്സിലാക്കുന്നത്. It is understood through the setbacks in our lives that we have. ഇവിടെ സഖായിയെ കുറിച്ചൊരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു നെയിമാണ് ദേശത്ത് പടർന്നിരിക്കുന്നത്. Zacchaeus has a very notorious name at that time. തന്റെ ജീവിതത്തെ താൻ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സഖായി വന്നു. He has come to a point where he doesn't like his own life. ജീവിതത്തിൽ മീനിങ്, ദൈവത്തിൽ നിന്ന് അകന്നാൽ മീനിങ് ഇല്ലാതായി പോകുന്നു. A life away from God is a meaningless life. ഇവിടെ സഖായി ആ ജീവിതത്തിന്റെ പരിതാപകരമായ അവസ്ഥകളിലാണ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത്. Here Zacchaeus sees Jesus in the despair of his life. മഹാപരിശുദ്ധനായി സ്വർഗ്ഗത്തിൽ വാണരുളുന്ന ഒരു ദൈവത്തിന്, Holy God who lives in the heavens, ഇങ്ങനെയുള്ള ഒരാളെ ശ്രദ്ധിക്കാൻ നേരമുണ്ടോ? does he have time to look at such a person? സാറാഭുകൾ ഇരുചുറ്റും നിന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കോടി മാലാഖ വൃന്ദങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തിന് ഇങ്ങനെ ഉഴന്നു നടക്കുന്ന തകർന്നു പോയ അതേ ജീവിതത്തിൽ മീനിങ് നഷ്ടപ്പെട്ട ഒരാളെ ശ്രദ്ധിപ്പാൻ സമയമുണ്ടോ? Does the God of eternity, the God who is worshipped by
innumerable number of angels have time to see, look into such a broken person? പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നു ഉണ്ട്. The word of God says yes. നമ്മുടെ കർത്താവിന് സമയമുണ്ട്. Our God indeed has time. നിന്റെ ആവലാദികൾ കേൾക്കാനും കാണാനും അവന് സമയം നിനക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. To listen and see the burdens, he has set apart his time. നിന്റെ മനസ്സിന്റെ ഉഴർച്ചകളെ എല്ലാം അവൻ അതേപടി അറിഞ്ഞ് അവൻ പ്രവർത്തിക്കും. He understands the burden as it is and he acts. ദൈവവചനം പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കാനായിട്ടാണ് അവൻ വന്നത്. The word of the Lord says he has come to seek and save who has been lost. നോക്കണം, തിരഞ്ഞ് കണ്ടെത്തി രക്ഷിക്കുക. Let us remember, come to seek and save. ഇത്രയും ശ്രദ്ധാലുവായ, തന്റെ ജനത്തിനു വേണ്ടി ശ്രദ്ധാലുവായ ഒരുവൻ, Such a caring God for his people. ഇങ്ങനെയുള്ള ദൈവത്തെ നാം ശ്രദ്ധിക്കണ്ടേ? Do we not need to give attention to this God? ഒരു ചെറിയ വിഷയത്തിന്റെ മുൻപിൽ, ചെറിയ പരിതാപങ്ങളുടെ നടുവിൽ In the midst of tiny problems and burdens, പെട്ടെന്ന് അകന്നു മാറുന്ന മനുഷ്യന്റെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. humans tend to live away, stray away from God. പെട്ടെന്ന് അനിഷ്ടങ്ങളുടെ നടുവിൽ അത് എക്സ്പ്രസ് ചെയ്ത് അകന്നു മാറുന്ന മനുഷ്യനെയാണ് നമുക്ക് ചുറ്റും കാണാനുള്ളത്. In the midst of troubles, humans tend to stray away. അല്ലെങ്കിൽ ജീവിതത്തിന്റെ പരാജയങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്ത് ബ്ലെയിം ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. The blaming culture in our midst, in the society. അല്ലെങ്കിൽ ജീവിതത്തിന്റെ പരാജയങ്ങളെ കണ്ടിട്ട് അകന്നു മാറി, ഒരു ചുവട് അകന്നു മാറി നടക്കുന്ന ഒരു മനുഷ്യൻ. If there is a failure in someone's life, people tend to live away, stay away from them. ഇവിടെയാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകതയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. This is where we need to realize the specialty of our God. ഗുഡ് സമരിറ്റനെ കുറിച്ച് ബൈബിളിലുണ്ട്. We know Good Samaritan mentioned in the Bible. അതിനകത്ത് ആദ്യം മുറിവേറ്റ മനുഷ്യനെ കണ്ടിട്ട് കാണാത്തവരെ പോലെ പോയത് 3 പേരാണ്. There were 3 people who saw the wounded but left. എന്നാൽ ആ 3 പേരും അവർ കൃത്യമായി ഈ മനുഷ്യനെ സഹായിക്കാൻ ബാധ്യസ്ഥരായ, സോഷ്യലായി കമ്മിറ്റഡ് ആയ ആളുകളായിരുന്നു. But we need to realize that these 3 people were socially committed so that they could really help the man. എന്നാൽ ആ നല്ല സമരിയക്കാരനെ കർത്താവുമായിട്ട് ഉപമിച്ചിരിക്കുന്നു. അവൻ വന്ന് അവിടുന്ന് എടുക്കുകയാണ്. But the Good Samaritan, who is likened to Christ, comes and picks him up. മുറിവേറ്റ അർത്ഥപ്രാണനായി മരണം കാത്തുകിടക്കുന്ന ആ മനുഷ്യനെ നല്ല സമരിയക്കാരൻ പൊക്കിയെടുക്കുകയാണ്. Someone who is wounded and waiting at death's door, Christ, the Good Samaritan, picks him up. ആ നല്ല സമരിയക്കാരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വലിയ ഉത്തരവാദിത്തപ്പെട്ടതായ അടുത്ത കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടൊരു തിരക്കുള്ള ആളായിരുന്നു. The Good Samaritan was a very responsible and a busy person. പക്ഷേ മുറിവേറ്റവനെ കണ്ടിട്ട് കാണാതെ പോകാൻ അവന് കഴിയുന്നില്ല. But when he saw the wounded man, he could not be left. അവനെ സെറ്റിൽ ചെയ്യാതെ മുമ്പോട്ട് പോകാൻ, ഒരു ഇഞ്ച് പോലും പോകാൻ കഴിയാത്ത ഗുഡ് സമരിറ്റൻ. The Good Samaritan could not take a step forward without noticing the wounded person. ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. Let us meditate such a Good Samaritan. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവന്റെ വിഷയം സെറ്റിൽ ചെയ്യുവാൻ സമയം വേർതിരിക്കുന്ന നല്ല സമരിയക്കാരൻ. The Good Samaritan who sets apart his time for the wounded. ദൈവപൈതലേ, ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്ന് വലിയ Dear child of God, let us praise that God. ആ കർത്താവ് നിനക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുന്നു. Such Lord has set apart his time for you. ദൈവപൈതലേ, നിന്നെ ഉയർത്തിയെടുത്ത് നിന്റെ സങ്കടം കേട്ട് നിന്റെ മുറിവുകളെ കെട്ടി, ഓ സ്തോത്രം, നിന്നെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിച്ച് നിന്റെ ജീവിതം ഫലദായകമാക്കി മാറ്റുവാൻ അവൻ നിനക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുന്നു. Such Good Samaritan sets apart his time to lift you up, to carry you, to make sure that your wound is clean and your life is productive. ഹല്ലേലൂയ. Hallelujah. അവൻ സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. He has set apart his time. ഇന്ന് പകൽ അവൻ ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. This morning, such God is going to do some acts in our life. അവൻ ദൈവപൈതലേ നിനക്ക് വേണ്ടി സമയം വേർതിരിച്ചിരിക്കുന്നു. This God has set apart his time for you, നിന്റെ സങ്കടം കേൾക്കാൻ, to listen to your cries, നിന്റെ വേദന അറിയാൻ, to understand your pain, നിന്റെ മുറിവുകൾ നോക്കി അതിനനുസരിച്ച് അതിൽ ലേപനം പുരട്ടുവാൻ, to heal the wound, നിനക്ക് നിന്റെ സർവൈവലിന് വേണ്ടി ചെയ്യുന്നതെല്ലാം പേ ചെയ്യുവാൻ, to pay for everything that's needed for your living.
ഇനിയും ഫ്യൂച്ചറിൽ അധികമായിട്ടുള്ള കാര്യങ്ങളും ചെലവ് ചെയ്യുവാൻ to make sure that your future is in his hands. മതിയായവനായി ഇന്ന് ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. എത്ര പേര് അത് It is വിശ്വസിക്കും? such a God who is sufficient to do all these. How many of you believe this? അവന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. Let us surrender for his work in his presence. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷ നമ്മുടെ നടുവിൽ ചെയ്യാൻ പോകുന്നു. The Spirit of the Lord is here to minister among us. നമ്മുടെ സഹകരണം പൂർണ്ണമായി അതിനാവശ്യമാണ്. And for that, our surrenderance is completely കഴിഞ്ഞ needed. ആഴ്ചയിൽ നാം കേട്ടു God is not passive. Last It's week a we choice. heard that God is not passive. നമ്മുടെ ഇന്റൻഷനലായിട്ടുള്ള അപ്രോച്ച് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. God expects an intentional approach from us. ആ പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരണം. May we have that prayer. ഇന്നൊരു ദൈവിക ടച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you want a touch from God today? എൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി എൻ്റെ കർത്താവ് പ്രവർത്തിക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? He will work for me today. മത്തായി എഴുതിയ സുവിശേഷം 9:36 ഇങ്ങനെ പറയുന്നു. Matthew chapter 9 verse 36 says this. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്തിയവരുമായ അവരെ കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. But when he saw the multitudes, he was moved with compassion for them, because they were weary and scattered, like sheep having no shepherd. നമ്മുടെ കർത്താവ് കുഴഞ്ഞവരെ, ടയേർഡായിരിക്കുന്ന, ഭാരപ്പെട്ടു നിൽക്കുന്ന ജനത്തെ കണ്ട് മനസ്സലിയുകയാണ്. Our Lord's heart sees the weary, sees the burdened, and is filled with compassion. എന്ത് ചെയ്യണം മുൻപോട്ടെന്ന് അറിയാതെ വലഞ്ഞു നിൽക്കുന്ന ജനത്തിനെ കണ്ട് അവൻ മനസ്സലിയുന്നു. Those people who do not have a future, God is compassionate on them. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:19 നമ്മൾ വായിക്കുമ്പോൾ In Luke chapter 4 verse 19 we read, അവിടെ കർത്താവ് വന്നതിൻ്റെ പ്രോപ്പർ ഉദ്ദേശം അവിടെ എഴുതിയിട്ടുണ്ട്. the purpose of why Christ came is written clearly. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുക, To proclaim the acceptable year of the Lord, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുക, to proclaim liberty to the captives and recovery of sight to the blind, പീഡിതരെ വിട്ടയക്കുക. to set at liberty those who are oppressed. കർത്താവിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ് ഓഫ് ഹിസ് കമ്മിങ് എന്ന് പറയുന്നത് അവരെ വിടുവിക്കുക എന്നുള്ളതാണ്. Yes, this is the ultimate purpose of the Lord, that God delivers people. അതൊരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. There are many examples for this. ഒന്ന് നമ്മൾ ഗുഡ് സമരിറ്റൻ്റെ അനുഭവത്തെ നമ്മൾ കണ്ടു. One we have already thought of, the Good Samaritan. ശമര്യക്കാരത്തിയായ സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. The Samaritan woman. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം മുഴുവൻ അതാണ്. In John chapter 4 we see her. അവള് ടോട്ടലി ഔട്ടർ കോർട്ടിലായിരുന്നു. She was in the outer courts. Those rejected by religious and social systems. Those rejected by religious and social systems. സാമൂഹികമായിട്ടും റിലീജിയസ് ആയിട്ടും സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടതായവൾ. Those who are away from the society because of religious reasons. കർത്താവ് ഒരു വലിയ ഗ്രേറ്റ് ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് അവളെ രൂപപ്പെടുത്തിയിടുകയാണ്. Lord turned her into a great evangelist. യോഹന്നാൻ 8-ാം അധ്യായം നാം വായിക്കുമ്പോൾ In John chapter 8 we read, അവിടെ പാപം ചെയ്ത് പാപത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ. We see a lady who has committed sin and caught for the sin. അവളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു നിർത്തി. She is brought in front of Jesus. കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള ലോക്കൽ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. She was to be stoned to death as according to the laws prevailing at that time. കർത്താവ് അവളെ സ്വതന്ത്രയാക്കി വിട്ടയക്കുന്നു. The Lord delivered her and set her കർത്താവ് free. വലിയൊരു പ്രവൃത്തി അവിടെ ചെയ്യുകയാണ്. Lord does a massive work there. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ട്രാൻസ്ഫോർമേറ്റീവ്, റെസ്റ്റോറേറ്റീവ് പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. We see the fulfillment of Lord's transformative and restorative work. അപ്പോൾ ഇന്ന് പകൽ നമ്മൾ ദൈവസന്നിധിയിൽ നമുക്കൊരു ഉത്തരമില്ലാതെ ഒരു കാര്യവും ഉണ്ട് ദൈവത്തിൻ്റെ മുൻപിലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. Therefore, let us not think that there is no answer to anything that we think of at this moment.
ആ സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. Every circumstance can be changed by our God. നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ പൂർണ്ണമായും നിയന്ത്രണം ദൈവത്തിനുണ്ട്. God is in complete control of all the circumstances that you are in. പഴയ നിയമത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ If we look at the Old Testament, അവിടെ ഒരു ഹാഗാറിനെ നമുക്ക് കാണാൻ കഴിയുന്നു. we see Hagar. ഹാഗാർ ദൈവത്തിന്റെ മുൻപിൽ ഒരു സെയിന്റായി നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് എങ്ങും പറഞ്ഞിട്ടില്ല. We have not seen Hagar picturized as a saint in God's presence anywhere. She was an Egyptian slave, but according to her situation, she became a great trouble. She was an Egyptian slave, but in the situation that she was in a huge trouble. ഒരു സിറ്റുവേഷൻ ഫോഴ്സ് ചെയ്താണ് അവളെ ആ ക്രൈസിസിൽ കൊണ്ടുവന്നാക്കിയത്. She was forced into a situation which brought her into a crisis. പക്ഷേ അവളെ ദൈവം കാണുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. But we see that God sees her. ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി സംസാരിക്കുന്നു നമ്മുടെ മധ്യത്തിൽ. The Spirit of the Lord is speaking in our midst very അവൾ ആ specifically. വീട്ടിൽ അനുഭവിച്ച മിസ്ട്രീറ്റ്മെന്റ് വളരെ വലുതായിരുന്നു. The mistreatment that she experienced at that house was huge. അവള് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടവളായി ഒരു ഫുൾ പ്രഗ്നൻസി സ്റ്റേജിൽ അവൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. She was thrown away from the house while she was fully pregnant. എന്നാൽ ബൈബിളിൽ കാണുന്നു, But we see in the Bible, യഹോവയായ ദൈവം അവളെ കണ്ടു എന്ന്. the God Jehovah saw her. അവൾ ക്രൈസിസ് കാണുന്നതിന് മുൻപ് തന്നെ ദൂതൻ അവളെ കണ്ടെന്ന് ഈ ജെനസിസിൽ കാണാൻ കഴിയുന്നു. We can see that the angel of the Lord saw her even before she saw her crisis. അടുത്തൊരു സമയത്താണ് ബാലനുമായി മരണം കാത്തു നിൽക്കുന്നവൾ. It was at a later time that she with the child was waiting for death. പക്ഷെ ദൈവം അവളോട് വിളിക്കുകയാണ്. But God is calling unto her. ഹാഗാറേ, നീ കരയുന്നതെന്ത്? Hagar, why do you weep? നീ കരയുന്നതെന്ത്? Why do you weep? ബാലന്റെ നിലവിളി ഞാൻ കേട്ടു. I have heard the cry of the child. ദൈവപൈതലേ, നിന്റെ കരച്ചിലിന് മറുപടി തരുന്നൊരു ദൈവം ഇന്നിവിടെ ഉണ്ട്. Dear child of God, our God is a God who answers our tears. ആ കരച്ചിലിന് പൂർണ്ണമായ മറുപടിയെ അവൻ നൽകിത്തരും. He gives a complete answer to the tears. ഒരിക്കൽ വളരെ പ്രഗത്ഭനായ ഇന്ന് നിത്യതയിലായിരിക്കുന്ന പ്രസിദ്ധനായ പാട്ടുകാരൻ JV പീറ്ററിന്റെ ഒരു അനുഭവ കഥ എൻ്റെ മനസ്സിൽ വരുന്നു. I would like to share a very popular singer JV Peters' story. അനേകം അനുഗ്രഹരമായ പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. He wrote many blessed songs. അദ്ദേഹം 1980-കളിൽ ഒരു വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസിലകപ്പെട്ടു. He was in the midst of a huge financial crisis in the 1950s. ആ ക്രൈസിസ് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് പാട്ട് പാടുന്നതിന് ഉപയോഗിക്കേണ്ട വാദ്യോപകരണങ്ങൾ വാങ്ങിച്ചതിലുള്ള ഒരു ഡെപ്റ്റ്. The crisis was that the musical instruments that he bought put him into a huge debt. അത് തിരിച്ചു കൊടുക്കുവാനുള്ള സമയമായി. He had to repay the debts. ഉറക്കമില്ലാത്ത പല രാത്രികൾ, Several nights which were sleepless nights. പല രാത്രികളും ദിവസങ്ങളും അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. He was praying several days and nights for this. ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? What should I do, God? എങ്ങനെ ഞാൻ ഇത് കൊടുത്തു തീർക്കും? How will I repay this loan? ദൈവസന്നിധിയിൽ അപ്രകാരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. He continued praying in God's presence. ആ പൈസ കൊടുക്കുന്ന ദിവസം വന്നു. The day to pay the debts came. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പൂർണ്ണമായും ആവലാതിയാണ്. He was completely worried. അസ്വസ്ഥനായി വീട്ടിലിരിക്കുമ്പോൾ He was very upset in his house. വീടിന്റെ മുൻപിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. An auto came in front of his house. 2 പേർ ആ ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തിറങ്ങി. 2 people approached from the auto. വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പാട്ടുകളുടെ കാസറ്റുകൾ കൊടുക്കാനുണ്ടോ? അത് വാങ്ങാൻ വന്നതാണ്. They came to his house asking for cassettes of his songs to buy them. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കാസറ്റുകളൊന്നുമില്ല. He said, I have no cassettes at the moment. കാരണം ആ കാലഘട്ടത്തിൽ പാട്ടുപാടി കാസറ്റ് ഉണ്ടാക്കി അദ്ദേഹം വിൽക്കുമായിരുന്നു. Because at that time he used to sell cassettes. അദ്ദേഹം
കാസറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖം വാടിയില്ല. They were not disappointed when he said he had no അദ്ദേഹം cassettes. ഭാര്യയോട് പറഞ്ഞു, ഒരു ചായ ഇട് ഇവർക്ക് കൊടുക്കുവാൻ. He said to his wife to get them a cup of tea. അവർ ആ ചായ കുടിക്കുവാനായിട്ട് അവിടെ ഇരുന്നു. And while they were sat there, അവർ അവരുടെ ബാഗ് തുറന്നൊരു എൻവലപ്പ് പുറത്തെടുത്തു. they opened their bag and handed an envelope. ആ എൻവലപ്പ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് They handed the envelope to J.V. Peter പറഞ്ഞു, and said, ഇത് അങ്ങയുടെ കയ്യിൽ തരുവാൻ അമേരിക്കയിലുള്ള ഒരു അമ്മച്ചി കഴിഞ്ഞ ആഴ്ചയിൽ ദർശനം കണ്ടു. an old lady from America saw a vision to hand this envelope onto your hands. അമ്മച്ചി എന്നെ മകൻ മുഖേന കോണ്ടാക്ട് ചെയ്തു. Her son contacted me. ഇത്ര എമൗണ്ട് പാട്ടുകാരനായ JV പീറ്റർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കണമെന്ന് പറഞ്ഞു. To hand over such amount of money to J.V. Peter's house. അദ്ദേഹം എൻവലപ്പ് തുറന്നു. J.V. Peter opened the envelope. അദ്ദേഹത്തിന് വേണ്ട അത്രയും എക്സാക്റ്റ് എമൗണ്ട്. It had the exact amount that he needed at that time. ഈ എൻവലപ്പും വാങ്ങി JV പീറ്റർ അവിടെ മുട്ടുകുത്തി. J.V. Peter knelt down in prayer, carrying this envelope in his hands. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന പാട്ടാണ്. And he penned a song. ഈ മോമെന്റിൽ ദൈവം കൊടുത്ത ചില വരികൾ അദ്ദേഹം പാട്ടായിട്ട് എഴുതി. At this moment, some of the lyrics turned into a beautiful music, അതിൽ അദ്ദേഹം പറഞ്ഞു, നീ എൻ സ്വന്തം, which says, "You are my own. നീ എൻ്റെ പക്ഷം, You are on my side. നീറുന്ന വേളകളിലും In the painful times, ആഴിയുടെ ആഴങ്ങളിൽ ഞാൻ ആയിരിക്കുമ്പോൾ നീ എനിക്ക് ആലംബമാണ്. while I was in the depths of the depths, you are my trust. ചൂരച്ചെടിയുടെ കീഴിലും In the midst of a shrub plant, ചൂടേറിയ മരുഭൂമിയുടെ അനുഭവത്തിലും and while in the desert, ഹാഗാറിന്റെ കരച്ചിൽ കേട്ട ദൈവം, the God who heard the prayer of Hagar, നീ എൻ്റെ ദൈവമാണ്. you are my God. നീ ചതഞ്ഞ ഓടയെ ഒടിക്കത്തില്ല, You do not crumble the പുകയുന്ന തിരിയെ നീ കെടുത്തത്തില്ല, nor the wick that is burnt. നീ വിലാപങ്ങളെ നൃത്തമാക്കുന്നവനാണ്. You change mourning into dancing. വിടുതലിന്റെ ദൈവമായ യേശുവാണ്. You are the God of deliverance, Jesus. പ്രിയമുള്ളവരെ, ഈ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. I'm not extending my ഇത് speech more. പ്രസംഗമല്ല. This is not a speech, just യേശു a message. നിങ്ങൾക്ക് ആരാണ്? Who is Jesus to you? ഈ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യാൻ മതിയായവനാണ്. This Jesus is enough to do great things in your life. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉത്തരം പ്രാപിക്കാതെ ദൈവം നിങ്ങളെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കില്ല. Amen. The Lord will not let you get up from this place unless He gives you answers. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലൂടെ 4-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. In the book of John we read, the water that I give, no one will thirst further. ഇന്ന് പകൽക്കാലം ദൈവപൈതലേ, അവൻ നിനക്ക് നൽകിയാൽ അത് നൽകിയതാണ്. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി മാറും. We need to understand that if He gives you, it is certainly given, and it will be a solution to all your problems. മരുഭൂമിയില്, ചൂടേറിയ മരുഭൂമിയില് ദാഹജലത്തിനായി കേണു നിൽക്കുന്ന ഹാഗാറിന്റെ ബാലന്റെ നിലവിളി, മരണം കാണാൻ കഴിയാതെ മുഖം മാറ്റി നിൽക്കുന്ന ഹാഗാറിനെ ദൈവം വിളിക്കുകയാണ്. God heard the cry of the child, and Hagar, who turned her face not to see the death of her child, calls unto Hagar. God calls unto Hagar. ദൈവപൈതലേ, നിന്റെ നിലവിളിക്ക് അവൻ അകന്നു നിൽക്കുന്നില്ല. അവൻ നിന്റെ വിളിപ്പാട് അകലെയുണ്ട്. ഇന്ന് പകൽ ദൈവത്തെ വിളിക്കുക, ദൈവത്തിൽ നിന്നുള്ള വിടുതലിനെ പ്രാപിക്കുക. God is not away from your call. Call unto Him and receive deliverance from Him. ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ കാണുക. See huge works from God. ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ അനുഭവമാക്കുക. See great works from God and experience them. ദൈവപൈതലേ, നിന്റെ വിഷയം എത്ര വലുതായിരുന്നാലും, Dear child of God, no matter what or how huge your problem is, ഇന്ന് പകൽ യേശുവിന് അതിനെ സോർട്ട് ഔട്ട് ചെയ്യുവാൻ കഴിയും. this morning Jesus can sort it out. അതിനൊരു പരിഹാരം തരാൻ അവൻ ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. He is here in the midst to provide a solution. അവൻ ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. He is moving in our midst. നിന്റെ പ്രാർത്ഥന മാത്രം മതി. All He needs is a prayer. നിന്റെ കരച്ചിൽ മതി. Your tear. Amen.
ഉടരബലവ ശബ്ദലഹസ്യ തെനേസിയാന. ഓ നിന്റെ കരച്ചിൽ മതി, നിന്റെ നിലവിളി മതി. Your cries is enough, your tears is enough. എത്ര വലിയ പ്രശ്നമായാലും അതിനെ ഉരുക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഇന്ന് അവൻ ചെയ്യുന്ന പകലാണ്. Amen. This morning God can melt all your problems and our God is sufficient to do it. അത് ഭാവിയെ സംബന്ധിച്ചുള്ള വിഷയമാകട്ടെ, It may be something related to your future. Hallelujah. അതിന്റെ ആരോഗ്യപരമായ വിഷയമാകട്ടെ, It may be related to your health. ഓ നിന്റെ തലമുറയെ കുറിച്ചുള്ള വിഷയമാകട്ടെ, It may be related to your children. ഓ നിന്റെ ജോലിയെ കുറിച്ചുള്ള വിഷയമാകട്ടെ, It may be related to your job. ഓ നിന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള വിഷയമാകട്ടെ, It may be related to your parents. ഓ എന്ത് വിഷയമായാലും No matter ഇന്ന് what പകൽ it is. അതിന്മേൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളവൻ ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. This morning, the one who can act for us is in our midst. ഓ cry unto God. Cry unto God. ഓ ദൈവത്തിൽ നിലവിളിക്കുക. Let's cry unto God. ഓ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുക. Let us cry unto God in His Oh, presence. today is the day that the Lord has made Today for is you. the day that the Lord has made for you. Hallelujah. Today is the day that the Lord has made for your deliverance. Today is the day that the Lord has made for your deliverance. ദൈവപൈതലേ, നിന്റെ വിടുതലിന് വേണ്ടി അവൻ ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. Our God has started working for your deliverance. ദൈവപൈതലേ, നിനക്ക് വേണ്ടി അവൻ സമയം വേർതിരിച്ചിരിക്കുന്നു. He has set apart His time for you. ഓ അവൻ നിന്റെ ആവലാദികളെ കണ്ടിരിക്കുന്നു. He has seen the cries of your heart. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, Let us all praise and pray unto God. Hallelujah. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. Shall we all stand up in His presence? ഓ റീഗൽ ഘടകമനഗസ്യ, ദൈവാത്മാവ് ചില കൃത്യമായ പ്രവർത്തികള് ഇത് ചെയ്യുന്ന പകലാണ്. This morning, the Holy Spirit is going to do very specific tasks. ആരും മടിച്ചു നിൽക്കണ്ട, പ്രാർത്ഥിക്കാൻ. Let no one be hesitant. Let's pray. എല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തിന് നിങ്ങളുടെ ആവശ്യങ്ങൾ Amen. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ട്. കൽബറ കലമ. Shall we all bring our needs unto Him and pray unto our God? ഓ റീഖലമ ശബ്ദൽ പ്രൗഢ. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. അർത്ഥലവ ശൈഖലവസ്യാല. എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്ന ദൈവപ്രവൃത്തി. God's work that removes all oppressions and obstructions. എല്ലാ തടസ്സങ്ങളെയും നീക്കുന്ന ദൈവപ്രവൃത്തി. God's work that removes every obstacles. എല്ലാ തടസ്സങ്ങളെയും നീക്കുന്ന ദൈവപ്രവൃത്തി ഇവിടെ ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. God's work that removes all obstacles is working in our midst. Receive your miracle. Receive your miracle. Hallelujah. Oh, receive your miracle. Receive your miracle. Hallelujah. ഓ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. Receive your miracle from God. Hallelujah. ഹല്ലേലൂയ. റഖല ശമന. ഒരാളെ പോലും ഒഴിവാക്കാതെ ഈ പകൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവകൃപ, ഓ തന്റെ ജനത്തിന്റെ മേല് അസാധാരണമായി ഇടപെടുന്ന ദൈവകൃപ, അതിൽ ഉഴൽച്ചകളെ മാറ്റുന്ന, പ്രതികൂലങ്ങളെ മാറ്റുന്ന, വെല്ലുവിളികളെ തട്ടി മാറ്റുന്ന ദൈവ പ്രവൃത്തി തന്റെ ജനം അനുഭവിക്കട്ടെ. Let His people experience God's presence, God's work, and God's grace that removes all burdens, that carries away all burdens and obstructions. പ്രാർത്ഥിക്കുക. ഓ കർത്താവിന്റെ വചനം പറയുന്നു, ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് തരും. The word of the Lord says, ask and you shall receive. മുട്ടുക നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. Knock and it shall be open for you. ദൈവമൈതലേ, നിന്റെ പ്രശ്നം പരിഹരിക്കാൻ അവനൊന്ന് പൂർണ്ണ താല്പര്യത്തോടെ ഇവിടെയുണ്ട്. Dear child of God, God is in our midst to solve your അതിനെ problem. പ്രാപിക്കുക, പ്രാപിക്കുക, Receive it, പ്രാപിക്കുക. receive it, receive it in God's name. ഓ റഖൽ വൈദമ റബലവ ശാന്തലാദര റഖലവ ശൈദലവ ശാന്തൽ ഖമന റൈഖലവ ശൈദവര സിഖലദായ. യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മുറിവേറ്റവരെ രക്ഷിപ്പാൻ, തകർന്നവരെ രക്ഷിപ്പാൻ, ആരുമില്ലാത്തവരെ രക്ഷിപ്പാൻ, ഉപേക്ഷിക്കപ്പെട്ടവരെ രക്ഷിപ്പാൻ, ഓ ഹല്ലേലൂയ, ഇറങ്ങി വന്നവരെ നിന്റെ കൃപയുടെ അത്യന്തം പരമായ ശക്തി തന്റെ ജനത്തിലേക്ക് വ്യാപരിക്കട്ടെ. അത് കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ. സമ്പൂർണമായ ഉദ്ധാരണമായി മാറട്ടെ. Complete restoration that is only in the name of Jesus. For those who are broken, for those who are lonely, God is here to save. Hallelujah. ഹല്ലേലൂയ. കർത്താവ് നിന്റെ പ്രവൃത്തി ചെയ്തു
working amongst അവൻ us. ദൈവമൈതലേ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. He is continually touching you. ദൈവമൈതലേ നിന്റെ മുറിവിൽ അവൻ സ്പർശിക്കുന്നു. He is touching, laying his hands on the നിന്റെ wound. ഭാരത്തെ അവൻ എടുത്തു മാറ്റുന്നു. He is removing all the burdens. നിന്റെ മുൻപിലുള്ളതായ പ്രശ്നത്തിന്റെ മേൽ അവൻ പരിഹാരം കാണുന്നു. He is providing the solution for your problem. യേശുവിൻ നാമത്തിൽ In the name പ്രാപിക്കുക. of Jesus, let us all pray. Hallelujah. യേശുവിൻ നാമത്തിൽ പ്രാപിക്കുക. In the name of Jesus, receive. Our God is a merciful God. നമ്മുടെ ദൈവം കരുണാമയൻ, കരുണാമയൻ. Our God is a merciful God. Hallelujah. യേശുവിൻ നാമത്തിൽ തന്റെ ജനത്തില് ദൈവത്തിന്റെ പൂർണ്ണമായ വിടുതൽ നീ പകരുന്നല്ല. സ്തോത്രം. Thank you, Lord, for your giving deliverance to your people. Hallelujah. നീ ആ കണ്ണീര് കാണുന്നതിനായി സ്തോത്രം. Thank you, Lord, for your seeing all our tears. Hallelujah. കണ്ണീര് കാണുന്നതിനായി സ്തോത്രം. Thank you, Jesus, for you see all our tears. നിന്റെ പ്രവൃത്തി നീ അയക്കുന്നതിനായി സ്തോത്രം. Thank you, Lord, for your sending your work. ആ മിറക്കിൾ ഈ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ നീ കാണിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. Thank you, God, for we are going to see the miracle in hours. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ട് ഉടരമാ നമന ഹമന ഹറാബല റബഖലാസിയ റേഖൽ വൈശവറബ ഖംനവറബ ശാന്തലബന ലൈസല ഖരസ്യ ഖർവല ഖമന. യേശുവിൻ നാമത്തിൽ ആ വിടുതൽ സമ്പൂർണ്ണമായി തന്റെ ജനം അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, Holy God, നന്ദിയോടങ്ങേ വാഴ്ത്തുന്നു. we thank you, Lord. We bless your name. ഈ നല്ല സമയത്തിനായി തിരുമേനിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. We thank you, Father, for this wonderful time. നീ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. Thank you, Lord, for you spoke to us. നീ ഞങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും മതിയായവനെന്ന് നീ ഞങ്ങളെ കേൾപ്പിക്കുകയും ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിരിക്കാലും ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. We praise you for, Lord, you are enough for all our needs and you have worked in our midst today. നിന്റെ മഹത്വം തന്റെ ജനത്തിൽ നീ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. Thank you, Jesus, for you revealed your glory in your people. മക്കളുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വന്ന പ്രാർത്ഥനയ്ക്ക് നീ മറുപടി കൽപ്പിച്ചിരിക്കയാൽ സ്തോത്രം. Thank you, Jesus, for you have commanded answers to the prayers that has risen from our hearts. അങ്ങ് ഭാരങ്ങളെ എടുത്തു മാറ്റിയതിനായി സ്തോത്രം. Thank you, Lord, for you have taken away all the burdens. അങ്ങയുടെ തിരുനാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. I bless your people in your holy name. അവർ വലിയ അനുഗ്രഹമായിരിക്കട്ടെ. Let them be a huge blessing, Lord. അങ്ങയുടെ ജീവന്റെ സാക്ഷ്യപത്രങ്ങളായി ജീവൻ നൽകുന്ന ദൈവത്തെ ഉയർത്തുന്നവരായി അവർ ഓരോരുത്തരും തീരട്ടെ. Let each of them be lifting your name, Lord, being your witnesses for the living God. നീ നിന്റെ ജനത്തെ മാനിക്കുന്നതിനായി സ്തോത്രം. Thank you, Lord, for you're going to honor your children. അവരുടെ കടഭാരങ്ങൾക്ക് പരിഹാരം നീ കൽപ്പിക്കുന്നതിനായി സ്തോത്രം. Thank you, Jesus, for you have commanded on their debts and cleared them. അവർക്ക് സേഫ് ആയിട്ടുള്ള ജോലി മേഖലകളെ നീ ഒരുക്കുന്നതിനായി സ്തോത്രം. Thank you, God, for you have provided safe job opportunities for them, Lord. അവരുടെ ഭാവി തലങ്ങളെ നീ പണിതെടുക്കുന്നതിനായി സ്തോത്രം. Thank you, Lord, for building their future. തലമുറകളെ നീ നൽകുന്നതിനായി സ്തോത്രം. Thank you, Lord, for blessing them with offsprings. ഹനായുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവം ഇന്ന് പകൽ ഇടപെടുന്നതിനായി സ്തോത്രം. Thank you, Jesus, for you are the God who answered Hannah's prayers. ജോലി മേഖലകളിൽ തന്റെ ജനത്തിന് വേണ്ടി അധികാരികളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. Thank you, Jesus, for you are going to speak to the authorities at workplaces. ചില ഭവനം സംബന്ധമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ചില നീക്കുപോക്കുകൾ വേഗത്തിൽ കൽപ്പിക്കുന്നതിനായി സ്തോത്രം. Thank you, Lord, for your sending deliveries quickly in the houses, in their problems. ശാരീരികമായ മണ്ഡലങ്ങളില് വേദനയോടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച തന്റെ ജനത്തിന് നീ വിടുതൽ
സൗഖ്യദായകനായി നീ വിടുതൽ പകർന്നിരിക്കുന്ന സ്തോത്രം. Thank you, Jesus, for you have eased the physical pain and suffering of your people. കർത്താവേ, തന്റെ ജനത്തിന്റെ ഓരോ വിഷയങ്ങളുടെ നടുവിലും Lord Jesus, in each and every need of your children, ഇന്ന് പകൽ നീ തൊട്ടിരിക്കുന്നതിനായും പ്രവർത്തിച്ചിരിക്കുന്നതിനായും നന്ദി. we thank you for you have touched and you have done your work. ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവം, Oh Lord, who prepares table in front of enemies. ശത്രുക്കളുടെ മുൻപിൽ ഒരിക്കലും ഒരു നിന്ദാപാത്രമായി തീരാതെ മാനിക്കുന്ന ദൈവം, Lord, who will never dishonor but honor in front of the enemies. ഇന്ന് പകൽ തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതിനായി നന്ദി കർത്താവേ. We thank you for you have worked in our midst, Lord. അവിടുത്തെ മുൻപാകെ സമ്പൂർണമായും താഴ്ത്തുന്നു. We completely surrender in you. ഞങ്ങളൊന്നുമില്ലെന്നും നീ വലിയവനാണെന്നും തുറന്ന് തുറന്ന് സമ്മതിക്കും. Lord, we surrender that we are nothing, but you are a great, great God, and we surrender completely. എല്ലാ മഹത്വവും അങ്ങേക്ക്. All glory to your name. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name, amen. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. Let's lift our hands and praise God. Hallelujah. വിടുതൽ അനുഭവമാക്കിയവർ ആ കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് Let's സ്തോത്രം. clap our hands for He has delivered us. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശാന്തമായി നമുക്കിരിക്കാം. May God bless us. You all may be seated.